ഹായ്, ദിസ് ഇസ് സ്നേഹ ഉണ്ണികൃഷ്ണൻ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളുകളായി പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് കൂടുതലും പെൺകുട്ടികളിലേക്കും പേരൻസിലേക്കും എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ട ഒരുപാട് വാർത്തകളുണ്ട്. നമ്മളെ അങ്ങേയറ്റം ഡിസ്റ്റർബ് ചെയ്ത, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളിൽ തുല്യ, വിഭജിക, അങ്ങനെ നീണ്ടു പോവും ആ ഒരു ലിസ്റ്റ്. ആദ്യം തന്നെ എനിക്ക് പേരൻസിനോട് പറയാനുള്ളത് പറയാം. അത് കഴിഞ്ഞിട്ട് പെൺകുട്ടികളോട് പറയാനുള്ളത്. പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, കല്യാണമല്ല ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു കുട്ടി ജനിച്ചു വീഴുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല. ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് കല്യാണം. അപ്പോൾ യു നീഡ് ടു റിലാക്സ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസും സ്റ്റെബിലിറ്റിയും കാണിക്കാനുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് അല്ല നിങ്ങളുടെ മകൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എത്രത്തോളം സാമ്പത്തിക ശേഷിയുണ്ട് എന്ന് മകളുടെ മേത്തുള്ള ആ നെറ്റിപ്പട്ടം പോലെ വിരിച്ചിട്ടിരിക്കുന്ന സ്വർണം കാണിച്ചാണ് നിങ്ങൾ നാലാളെ അറിയിക്കുന്നത്. അത് പലരുടെയും ഒരു പ്രൈഡാണ്. കൂലിപ്പണിക്ക് പോവുകയാണെങ്കിലും തെങ്ങ് കയറാൻ പോവുകയാണെങ്കിലും കുറേ സ്വർണ്ണിട്ട് മോളെ ഇറക്കണം. അത് ലോൺ എടുത്തിട്ടായാലും കടമെടുത്തിട്ടായാലും വീട് വിറ്റിട്ടായാലും ജീവിതകാലം മുഴുവൻ പട്ടിണി കിടന്നിട്ടായാലും വേണ്ടില്ല, എൻ്റെ മോള് പൂരത്തിന് ആന എഴുന്നള്ളണ പോലെ എഴുന്നള്ളണം എന്ന് വിചാരിക്കുന്ന പേരൻസ്, ഇത് 2025 നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി വേണം നിങ്ങൾ ജീവിക്കാനായിട്ട്, നാട്ടുകാരെ കാണിക്കാനല്ല. ഒരുപാട് പേര്, ഒരു വലിയ ശതമാനം ആളുകളും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ സ്ത്രീധനം ചോദിച്ച് വാങ്ങുന്നവർ നല്ല ആളുകളല്ല. അവിടെ പോയാൽ നിങ്ങളുടെ മകൾ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇനി ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്? കാരണം കെട്ടിച്ച് വിടുക, അതങ്ങനെ ആ ഭാരം അങ്ങോട്ട് ഇറക്കി വിടുക എന്നുള്ള പ്രവണത മാറ്റി നിങ്ങളുടെ മകൾക്കൊരു ലൈഫ് ഉണ്ടാകുക എന്നുള്ളത് ചിന്തിച്ചു നോക്കൂ. അത് ഒറ്റയ്ക്കാണെങ്കിലും ഒരാളുടെ കൂടെ ആണെങ്കിലും നിങ്ങളുടെ മകൾ സമാധാനമായി ദൈവം കൊടുത്തിരിക്കുന്ന ആയുസ് വരെ ജീവനോടെ ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളതല്ലേ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്? അത് മാത്രമല്ല, ഇനി മകൾ ഒരു ബുദ്ധിമുട്ട് പറയാണ്, കല്യാണം കഴിഞ്ഞ് പോയി, മകൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോരും ഇങ്ങോട്ട്. നിൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നിൻ്റെ അമ്മയോ ആരാന്ന് വെച്ചാൽ ഇവിടെ ജീവനോടെ ഉണ്ട്, നമുക്കിവിടെ ജീവിക്കാം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? എന്തിനാണ് എന്നും ഒരാളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വീർപ്പ് മുട്ടി ജീവിക്കുന്നത്? നിങ്ങളൊരു പക്ഷെ അങ്ങനെയായിരിക്കും ജീവിച്ചത്. അതിൻ്റെ വലിയൊരു കാരണം ഒരു പക്ഷെ നിങ്ങൾക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല, നിങ്ങൾക്കൊരു ജോലി ചെയ്ത് നിങ്ങളുടെ കുടുംബം പോറ്റാനുള്ള കഴിവുണ്ടായിരുന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു പ്രായം വരെ അച്ഛനെയും അത് കഴിഞ്ഞ് നിങ്ങളുടെ ഭർത്താവിനെയും ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ആയുഷ്കാലം മുഴുവനും തള്ളി നീക്കിയത്. അതുപോലെ വിദ്യാഭ്യാസമുള്ള ജോലിയുള്ള പെൺകുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഒരു കുട്ടിക്ക് ജോലി ഉണ്ടെങ്കിൽ സ്വന്തം കാര്യം, സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നാട്ടുകാരെന്ത് പറയുന്നു എന്ന് ചിന്തിക്കുകയല്ല അവിടെ വേണ്ടത്. ഇതൊന്ന്. ഇനി പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ കല്യാണമാണ് ജീവിതത്തിൻ്റെ അറ്റം, അല്ലെങ്കിൽ ഒരു ആണിൻ്റെ ചുറ്റുമാണ് നിങ്ങളുടെ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കുമ്പം, അതിപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും, നമുക്ക് അയാൾ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ഒരു പരിധിക്കപ്പുറം നമുക്ക് അറിയാൻ പറ്റില്ല. എൻ്റെ അമ്മാവൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മാരേജ് ഈസ് എ ഗാംബ്ലിങ്, ഇതർ യു വിൻ ഓർ യു ലൂസ്, ദർ ഇസ് നോ ഇൻ ബിറ്റ്വീൻ. അത് സത്യമാണ്. അത് ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും അങ്ങനെയാണ്. പക്ഷേ വെൻ യു ഫൈൻഡ് ഔട്ട് ദാറ്റ് യുവർ പാർട്ട്ണർ ഈസ് നോട്ട് ഗുഡ് ഫോർ യു, വാക്ക് അവേ. വൈ കാൺട്ട് യു ജസ്റ്റ് ലീവ് ദറ്റ് പേഴ്സൺ? ട്രൈ ചെയ്യുക നിങ്ങൾ അത് ഫിക്സ് ചെയ്യാൻ. ഡെഫിനറ്റ്ലി നമ്മളെല്ലാം അപ്പത്തിന് ഇട്ടെറിഞ്ഞ് പോരേണ്ട കാര്യമില്ല. ട്രൈ ചെയ്യുക ഫിക്സ് ചെയ്യാൻ. ഫിക്സബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരാൻ എന്താണ് ബുദ്ധിമുട്ട്? കുഞ്ഞിന് വേണ്ടിയാണെങ്കിലും അച്ഛനമ്മമാർക്ക് വേണ്ടിയാണെങ്കിലും നാട്ടുകാർക്ക് വേണ്ടിയാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും എന്തിനാണ് ഇങ്ങനെ സ്വയം തീർന്നുകൊണ്ടിരിക്കുന്നത്? ഒരു ജീവിതമല്ലേ നമുക്ക് എല്ലാവർക്കും ഉള്ളൂ. അത് ജീവിക്കാൻ നിങ്ങൾക്കൊരു കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? ലൈക്ക് റിയലി നിങ്ങൾക്കൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ജോലി എടുത്ത് നിങ്ങൾക്ക് ജീവിച്ചൂടെ എന്നുള്ളതാണ്. ഇനി എനിക്ക് അറേഞ്ച്ഡ് മാരേജ് എന്നൊരു സെറ്റപ്പിനെ കുറിച്ചും കൂടെ സംസാരിക്കാനുണ്ട്. അഗെയിൻ, അറേഞ്ച്ഡ് മാരേജ് എല്ലാം മോശമാണെന്നും ലവ് മാരേജസ് എല്ലാം നല്ലതാണെന്നും ഞാൻ പറയുന്നില്ല. രണ്ടിനും അതിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. രണ്ടിലും വിജയിച്ചവരും പരാജയപ്പെട്ടവരും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ ലവ് മാരേജ് ആകുമ്പം അറ്റ്ലീസ്റ്റ് ഒരാളെ നമുക്ക് 50% മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും കല്യാണത്തിന് മുൻപ്. ഈ അറേഞ്ച്ഡ് മാരേജിൽ ഒരാളെ 5% പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. ഒരു അണ്ടർവെയർ വാങ്ങിക്കുന്ന ലാഘവത്തോടെയാണ് എല്ലാവരും കല്യാണം കഴിക്കുന്നത്. പോയി കണ്ടു, സൈസ് ഓക്കെയാണ്, കളർ ഓക്കെയാണ്,
വാങ്ങിയേക്കാം. ഒരു വണ്ടി മേടിക്കുമ്പോൾ പോലും നിങ്ങൾ കുറേ അധികം നാൾ റീസേർച്ച് ചെയ്യുന്നില്ലേ? അത്രയും ടൈം ആൻഡ് എഫേർട്ട് പോലും ഒരു പാർട്ട്ണറെ കണ്ടെത്താൻ എന്തുകൊണ്ട് ആളുകൾ ഇടുന്നില്ല എന്നുള്ളത് എനിക്ക് ഇന്നും അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഗെറ്റ് മാരീഡ് at the right time for the right reasons. I can't say get married to the right person, കാരണം there's no right person. അത് ഈ പറയുന്ന പോലെ ഒരു ഗാംബ്ലിംഗ് ആണ്. പക്ഷേ നിങ്ങളുടെ കൺട്രോളിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഗെറ്റ് മാരീഡ് അറ്റ് ദ റൈറ്റ് ടൈം വെൻ യു ആർ മെച്യോർ ഇനഫ് ടു ഡിസൈഡ് ഫോർ യുവർ സെൽഫ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 30 വയസ്സാവുകൊണ്ടൊന്നും ആരും കെട്ടരുത്. ഐ നോ ഈ കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് വന്നതിനെ എതിർക്കും. പക്ഷേ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ 29-ാം വയസ്സ് വരെ ഉണ്ടായിരുന്ന എൻ്റെ ചിന്തകളെയല്ല എൻ്റെ 30-ാം വയസ്സിൽ എനിക്കുള്ളത്. ആ ഒരു വർഷം കൊണ്ട് വന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈസ് ഹ്യൂജ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 20s ചോയ്സസ് അല്ല നിങ്ങളുടെ 30s ഉണ്ടാവാൻ പോകുന്ന ചോയ്സസ്. എന്ന് വെച്ചാൽ ഓരോ ഡെക്കേഡ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം മാറ്റണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത്രയും ഏർലി സ്റ്റേജിൽ കല്യാണം കഴിക്കുമ്പം നിങ്ങൾക്ക് പലപ്പോഴും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല വാട്ട് ഡു യു വോണ്ട് ഇൻ യുവർ ലൈഫ് എന്നുള്ളത്. ആദ്യം ഒരു കരിയർ സെറ്റ് ചെയ്യുക, എന്നിട്ട് കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുക. കാരണം കല്യാണം അപ്പം മോശമായി പോയാലും യു ഹാവ് എ കരിയർ ടു ഹോൾഡ് ഓൺ ടു. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല, കാരണം യു ആർ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആൻഡ് യു ഡോണ്ട് ഹാവ് ടു ഗിവ് എ എഫ് ടു എനിബഡി ഓർ എനിത്തിങ്. ആ ഒരു സ്റ്റേജിലെത്തി മാത്രം കല്യാണം കഴിക്കാൻ ശ്രമിക്കുക, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ദ ലവ് ഓഫ് യുവർ ലൈഫ്. പിന്നെ ഈ അടുത്ത കാലത്ത് ഇതുപോലുള്ള പല ആത്മഹത്യകളിലും കൾപ്രിറ്റായിട്ടുള്ള ഭർത്താക്കന്മാരെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം അവരെല്ലാവരും മാനസിക രോഗികളാണ്. അവരാരും മെൻ്റലി സ്റ്റേബിൾ അല്ല. കാരണം സാധാരണ മെൻ്റൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരാൾക്ക് ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ കഴിയുന്ന കാര്യങ്ങളല്ല ഇവരിൽ പലരും ചെയ്തിരിക്കുന്നത്. അത് ഈ പുരുഷന്മാരാണെങ്കിലും അവരുടെ ഫാമിലീസ് ആണെങ്കിലും എല്ലാവരും മെൻ്റലി അൺഫിറ്റാണ്. അവർക്ക് മറ്റുള്ളവർ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിച്ച് വേണ്ട ചികിത്സ നേടിക്കൊടുക്കുക, എന്നിട്ട് തക്ക ശിക്ഷയും കൊടുക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അവരോട് ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് അവർക്ക് വേണ്ടത് മരുന്നാണ്. എന്നെ ഇങ്ങനെ ചിന്തിക്കാനും സംസാരിക്കാനൊക്കെ പ്രാപ്തിയാക്കിയിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ വളർത്തിയ മോളാണ് ഞാൻ. എൻ്റെ അമ്മ ഞാൻ വളരുന്ന പ്രായം മുഴുവനും എന്നെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. എൻ്റെ ഇഷ്ടങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും തന്ന് വളർത്തിയ ഒരു അമ്മയാണ് എൻ്റെ. പക്ഷേ ഒറ്റൊരു കാര്യം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പം മുതലേ, ദറ്റ് ജോലി ചെയ്യണം, നിനക്കൊരു വരുമാനം ഉണ്ടാവണം, നീ സ്വന്തം കാലിൽ നിൽക്കണം, എന്നിട്ടേ നീ കല്യാണം കഴിക്കാവൂ. കാരണം എൻ്റെ അമ്മ പറഞ്ഞ ഗോൾഡൻ വേർഡ്സ് ഉണ്ട്. ജോലിയില്ലാത്ത വരുമാനമില്ലാത്തൊരു പെണ്ണിന് ഒരു വിലയും ഉണ്ടാവില്ല എവിടെയും. ഭർത്താവിൻ്റെ മുന്നിലും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുൻപിലും എവിടെയും ഒരു വിലയും ഉണ്ടാവില്ല. ഇത് അമ്മയുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ചു പറഞ്ഞൊരു കാര്യമാണ്. അതിന്നും എൻ്റെ ചെവിയിലിരിക്കുന്നുണ്ട്. അത് കേട്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും വലുത് അത് തന്നെയായിരുന്നു, സ്വന്തം കാലിൽ നിൽക്കുക, ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്. അതുപോലുള്ള അമ്മമാർ കൂടുതൽ ഉണ്ടാവട്ടെ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഒരുപാട് വിഷമമുണ്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം. ഇനിയും ഒരുപാട് അതുല്യമാരും വിഭജികമാരും ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരു ടഫ് സിറ്റുവേഷനിലൂടെയാണ്, ഒരു മോശം മാരേജിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ്സ് ടൈം ഫോർ യു ടു ലീവ്, പ്ലീസ് ലീവ്. ബിൽഡ് യുവർ കരിയർ, ബിൽഡ് യുവർ ലൈഫ്, ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി. I mean, even if it's your child or your parent, whoever, you can do this. Only you can do this. Nobody else will come to save you. Trust me. Only you can take care of yourself and your life. That's all. Thank you.